പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്കൊരു ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യാം. അതിനായിട്ട് കണിക്കൊന്ന പൂവ് ആണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. ഇതൊരു കുർത്തിയാണ്. അപ്പോൾ കുർത്തിയിൽ നമുക്ക് ശ്രീകൃഷ്ണനും കണിക്കൊന്ന പൂവും വരുന്ന രീതിയിലൊരു പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ കുർത്തി ഇത് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതിൻ്റെ നെക്കും കൈയും ഒന്നും ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെയാണ് ഇപ്പോൾ പെയിൻറ്റിങ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിപ്പം ഒരു പ്ലെയിൻ കുർത്തിയാണെങ്കിലും അതിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ നെക്കിൻ്റെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷവും ചെയ്യാൻ പറ്റും, യാതൊരു പ്രോബ്ലവും ഇല്ല. ഇപ്പോൾ എനിക്കിത് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് നെക്കും കൈയും ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നെക്കിൻ്റെ രണ്ട് സൈഡ് വി നെക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മൾ പെൻസിൽ വെച്ച് വരച്ചതിന് ശേഷം ഒരു ബ്രൗൺ കളറുള്ള അക്രിലിക് പെയിൻറ്റിങ് വെച്ചിട്ടാണ് ഔട്ട്ലൈൻ കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഞാനിപ്പോൾ അടിച്ചു കൊടുക്കുന്നത് ഗോൾഡൻ യെല്ലോ കളറാണ്. അപ്പോൾ നമ്മൾ കണിക്കൊന്ന പൂവെന്ന് പറയുമ്പോൾ യെല്ലോ ഷെയ്ഡാണല്ലോ. അപ്പം യെല്ലോ ഷെയ്ഡിൽ ഗോൾഡൻ യെല്ലോ കളറാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഔട്ട്ലൈൻ വരച്ചിട്ട് അതിന് മുകളിൽ ഇപ്പോൾ ഗോൾഡൻ യെല്ലോ കൊടുക്കുകയാണെങ്കിലും നമ്മൾക്ക് ആ ഔട്ട്ലൈന് മറഞ്ഞു പോവില്ല. അതായത് അത് പിന്നീട് നമുക്ക് അതിൽ ഇപ്പം ഞാൻ ഗ്രീൻ ഷെയ്ഡ് കൊടുക്കുന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഈ രീതിയിലൊരു ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഗോൾഡൻ യെല്ലോ ആദ്യം കംപ്ലീറ്റ് ആയിട്ട് അടിച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഈ പെയിൻറ്റിങ് ഇതിൽ ചെയ്ത് എപ്പോഴും ചെയ്യാറ്. സോ ഗോൾഡൻ യെല്ലോ കളർ അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ഏതാണ് ഷെയ്ഡിങ് കൊടുക്കുന്നത് അത് കൊടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഫ്ലവർ വരച്ച് അതിൽ ഡിസൈൻ ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ്യൂം സാരിയോ കുർത്തിയോ സ്കേർട്ടിൻ്റെ ബ്ലൗസോ സ്കേർട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ഫുള്ളായിട്ട് ഞാൻ കൊടുക്കുവാണ്. ഇപ്പോൾ യെല്ലോ ഷെയ്ഡിങ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ ലീഫൊക്കെ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഗ്രീൻ കളറാണ്, സാപ്പ് ഗ്രീൻ കളറാണ് യൂസ് ചെയ്യുന്നത്. അക്രലിക് കളേഴ്സ് ഫാബ്രിക് കളേഴ്സും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ അക്രലിക് കളേഴ്സ് ഫാബ്രിക് അല്ലാത്ത കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ഫാബ്രിക്കിൽ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഫാബ്രിക് കളേഴ്സാണ്. അപ്പം ഫാബ്രിക് കളറിൽ തന്നെ ഉള്ള സാപ്പ് ഗ്രീനാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. ലീവ്സിന് കൊടുക്കാനായിട്ട് സാപ്പ് ഗ്രീൻ പലതരം ഗ്രീൻ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് സാപ്പ് ഗ്രീനാണ്. സാപ്പ് ഗ്രീനിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ ലൈറ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കളർ ചേഞ്ച് കിട്ടുന്നതായിരിക്കും. ഇനി എല്ലാ ലീവ്സിലും ഗ്രീനും അതുപോലെ തന്നെ ഈ പൂ എവിടേക്കാണോ പൂവിൻ്റെ തണ്ട് അതിലും അതുപോലെ ചെറുതായിട്ട് ഗ്രീൻ സ്റ്റെംസ് പോലെ ഉണ്ടാവും പൂവിൻ്റെ സൈഡിൽ. അങ്ങനെ എല്ലാത്തിലും ഗ്രീൻ ഷെയ്ഡ്സ് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം.
പൂവും അതുപോലെ ഈ ലീവ്സും എല്ലാം നമ്മൾ പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി പൂവിൻ്റെ സൈഡിൽ നമുക്ക് ഗ്രീൻ ചെറിയ ചെറിയ തണ്ട് മാതിരി കാണാൻ പറ്റും. ഈ കണിക്കൊന്ന പൂവിൽ അങ്ങനെ ഗ്രീൻ തണ്ട് ചെറുതായിട്ട് ഒരു തണ്ട് നമുക്ക് ഈ രീതിയിൽ പെയിൻറ്റിങ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ഇതൊക്കെ ചെയ്യാൻ വളരെ ഈസിയാണ്. നമുക്ക് നമ്മുടെ ഡ്രസ്സ് തന്നെ ഇങ്ങനെ ചെറിയൊരു ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നമ്മുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ പൂവിൻ്റെ സൈഡിലും ഈ തണ്ട് വരച്ചതിന് ശേഷം ഈ പെയിൻറ്റിങ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ശ്രീകൃഷ്ണനെ കൂടി വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡ്രോയിങ്ങും അതുപോലെ ഷെയ്ഡിങ്ങും അടുത്തൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. കാരണം ഈ വീഡിയോയിൽ തന്നെ അത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി വീഡിയോ ആവും. സോ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ അത് പോസ്റ്റ് ചെയ്യാം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ കുർത്തിയിലൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ലുക്കായിരിക്കും കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് പ്രിൻറ്റിങ്ങും പെയിൻറ്റിങ്ങും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ ലുക്കിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ബോട്ടിൽ പെയിൻറ്റ് വാങ്ങിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു. ബൈ.